ലോക ചരിത്രത്തിലെ പൗരാണിക കാലഘട്ടങ്ങളിലൊക്കെ ഭരണാധികാരികളായിരുന്നവർ തങ്ങളുടെ കീർത്തിക്ക് വേണ്ടി കൂലിയെഴുത്തുകാരെ കൊണ്ട് തിരുത്തിച്ചതാണ് ഇന്ന് നാം അറിയുന്ന പല ചരിത്രങ്ങളും. അതിലക്കാലത്ത് ആധിപത്യം പുലർത്തിയിരുന്ന മതമേധാവിത്വങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. അവരുടെ ചരിത്ര നിർമ്മിതിയുടെ തിക്തവശങ്ങൾ ഇന്നും സമൂഹത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇനി പറയുന്നത് ഇക്കാലത്ത് ചരിത്ര സത്യങ്ങളിലേക്കുള്ള അത്തരമൊരു അധികാര ഇടപെടലിൻ്റെ കഥയാണ്. ചിലരിലെങ്കിലും ഇത് അസ്വാരസ്യം ഉണ്ടാക്കാനിടയുണ്ട്. അതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് സത്യത്തെ അത് ബോധ്യപ്പെടുന്നവരിലേക്ക് എത്തിക്കാം എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയിരുന്നാലും സത്യം പുറത്തു വന്നേ മതിയാകൂ. എല്ലാവരും വീഡിയോ മുഴുവനായും കാണണം. വിമർശനമുള്ളവർ പ്രത്യേകിച്ച് മുഴുവനായും കണ്ടു മാത്രം അഭിപ്രായങ്ങൾ പറയണം. നമസ്കാരം, ഞാൻ ദാസണക്കര. ചരിത്രത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്രോസ് ബോൺ മനുഷ്യൻ്റെ തലയോട്ടിയിലെ അപ്രധാനവും എന്നാൽ വളരെ ഉപയോഗപ്രദവുമായ ഒരു ഭാഗമാണ്. അടിസ്ഥാനപരമായി ഇത് നമ്മുടെ ചെവിയുടെ അകത്തെ ഭാഗത്തെ സംരക്ഷിക്കുന്നതാണ്. എന്നാൽ അത് മാത്രമല്ല ആ അസ്ഥിയുടെ പ്രയോജനം എന്നാണ് സമീപ വർഷങ്ങളിൽ പുരാതന അസ്ഥികൂടങ്ങളിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ജനിതക ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. പെട്രോസ് ബോണിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് ചിലപ്പോൾ മറ്റേതൊരു ടിഷ്യൂവിനേക്കാളും 100 മടങ്ങ് കൂടുതൽ DNA ശേഖരിക്കാൻ കഴിയും എന്നതാണ് അവരെ കൂടുതൽ അതിശയിപ്പിച്ചത്. പൗരാണിക കാല ചരിത്രത്തെ ശരിയായ രീതിയിൽ വീണ്ടെടുക്കുന്നതിൽ ജനിതക ശാസ്ത്രത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഹരിയാനയിലെ ഡൽഹിയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഹിസാർ ജില്ലയിലെ ഒരു ഗ്രാമവും പുരാവസ്തു ഗവേഷണ കേന്ദ്രവുമാണ് രാഖി ഗർഹി. ഖഗർ നദിയിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രാഖി ഗർഹിയിൽ നിന്നുള്ള 4500 വർഷം പഴക്കമുള്ള അസ്ഥികൂടത്തിലെ പെട്രോസെല്ലുകളുടെ പൊടിയിൽ നിന്ന് ചരിത്രത്തിലും ശാസ്ത്രത്തിലും രാഷ്ട്രീയത്തിലും ഒരുപാട് പേരെ വിഷമിപ്പിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടിയത്. ഹാരപ്പൻ നാഗരികതയിലെ ആളുകളല്ല വൈദിക ഹിന്ദു മതത്തിൻ്റെയും സംസ്കൃത ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും യഥാർത്ഥ ഉറവിടം എന്നതാണ് ഇതിൽ നിന്ന് കിട്ടിയ പ്രധാനപ്പെട്ട വിവരം. ഇന്ത്യയുടെ നിലവിലെ ജനസംഖ്യയിൽ അവരുടെ ജീനുകൾ ഒരു പ്രധാന ഘടകമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർ ആര്യന്മാരല്ല, മറിച്ച് ദ്രാവിഡർ തന്നെയാണ്. ഇന്നത്തെ ദക്ഷിണേന്ത്യക്കാരായ ആളുകളുമായി കൂടുതൽ സാമ്യമുള്ളവരുമാണ്. പുരാവസ്തു ഗവേഷകനും പൂനെ ഡെക്കാൻ കോളേജിലെ വൈസ് ചാൻസലറുമായ ഡോക്ടർ വസന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം 2015 പൂർത്തിയായ ഒരു ഉത്ഖനനത്തിൻ്റെ ദീർഘകാലമായി കാത്തിരുന്നതും മാറ്റിവെച്ചതുമായ ഫലങ്ങളുടെ ഭാഗമാണ് ഈ വെളിപ്പെടുത്തലുകൾ. ഇത് രാഷ്ട്രീയമായി വളരെ സെൻസിറ്റീവായ വിഷയമാണ് എന്നതുകൊണ്ട് മാത്രം ആ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ ഭയന്ന് കുറേ കാലം പഠനത്തിൻ്റെ ഫലം വെളിപ്പെടുത്താതെ താമസിപ്പിക്കേണ്ടി വന്നു എന്നതാണ് ഒരു ഗവേഷകൻ്റെ വെളിപ്പെടുത്തലുണ്ടായത്. ഹാരപ്പൻ നാഗരികതയുമായി ബന്ധപ്പെട്ട ഏതൊരു ഗവേഷണവും ഇന്ത്യൻ നാഗരികതയുടെ ഉത്ഭവം എന്ന നിലയിൽ വൈദിക ഹിന്ദുത്വത്തിൻ്റെ ഒരു വംശാവലി ആവശ്യപ്പെടുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഹിന്ദുത്വ അജണ്ടയെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന വസ്തുതയാണ് ആ പുരാവസ്തു ഗവേഷകൻ പരാമർശിച്ചത്. അതായത് ആര്യന്മാർ പുറത്തു നിന്നുള്ളവരല്ല എന്ന് വരുത്തേണ്ടത് ചില വരേണ്യവർഗ അധികാര താൽപ്പര്യമാണ്. ചരിത്രകാരന്മാർക്കോ അല്ലെങ്കിൽ ഹാരപ്പൻ സിന്ധു നദീതട സംസ്കാരത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ഈയൊരു സങ്കീർണതയെ നേരിടേണ്ടി വന്നിരുന്നു. 1920കളിൽ
സിന്ധു നദീതട സംസ്കാരം ആദ്യമായി കണ്ടെത്തിയപ്പോൾ കൊളോണിയൽ പുരാവസ്തു ഗവേഷകർ അത് വേദകാലത്തിന് മുമ്പുള്ള ഒരു സംസ്കാരത്തിൻ്റെ തെളിവായി അന്നേ തിരിച്ചറിഞ്ഞതാണ്. ആര്യന്മാർ പുറത്തുനിന്ന് വന്നവരല്ല, മറിച്ച് അവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നവരാണെന്ന സിദ്ധാന്തം ദക്ഷിണേന്ത്യയിൽ പരക്കെ പ്രചരിപ്പിച്ച് കപട ഹിന്ദുത്വ ദേശീയവാദികളെ വിന്യസിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബ്രാഹ്മണിക്കൽ ആക്രമണകാരികളെ അതിജീവിച്ച ദ്രാവിഡ സംസ്കാരത്തെ ഒരു ജനകീയ രാഷ്ട്രീയത്തിൻ്റെ കാതലായ ബദൽ ആഖ്യാനവുമായി സിന്ധു നദീതട സംസ്കാരം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നത് വാസ്തവത്തിൽ അത്ഭുതം തന്നെയാണ്. അതേസമയം സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങൾ ആരായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും നമുക്ക് മുൻപിൽ ദുരൂഹമായി തന്നെ തുടരുകയാണ്. എന്തായാലും അവരിൽ നിന്നാണ് ഹിന്ദു എന്ന പേര് പോലും ഉണ്ടായത്. അതുപോലും പേർഷ്യൻ സംഭാവനയുമാണ്. പഴയ പേർഷ്യൻ ഭാഷയ്ക്ക് എസ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം വഴങ്ങില്ല. പകരം അവരത് എച്ചിൻ്റെ ഹ ആയാണ് ഉച്ചരിക്കുന്നത്. ഇത് മുൻപത്തെ ഋഗ്വേദത്തിൻ്റെ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. സപ്ത സിന്ധു അവർക്ക് ഹപ്ത ഹിന്ദു ആയതുപോലെ സിന്ധു നദീതടവാസികൾ സിന്ധികളായും പിന്നീട് പേർഷ്യൻ ഭാഷയിൽ അത് ഹിന്ദുവായും പരിണമിച്ചു. അല്ലാതെ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളുടെ സംഭാവനയൊന്നുമല്ല ഹിന്ദു എന്ന പേര്. രാഖി ഗർഹിയെക്കുറിച്ച് ഇന്ന് നമ്മൾക്കൊക്കെ അറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി സ്കൂൾ പാഠപുസ്തകങ്ങൾ, ടൂറിസം ലഘുലേഖകൾ എന്നിവയിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാരപ്പൻ സിന്ധു നദീതട പ്രദേശം എന്ന നിലയിൽ പത്രവാർത്തകളിലും ഈ പേര് പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. 1960കളുടെ അവസാനം മുതൽ ഇടയ്ക്കിടെ ഈ പ്രദേശത്ത് നടന്ന ഉത്ഖനനങ്ങളിലൂടെ BCE 7ാം സഹസ്രാബ്ദത്തിലെ വിപുലമായ ഒരു നഗര ജീവിത മേഖല എന്ന നിലയിൽ അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായി BCE 2ഉം 3ഉം സഹസ്രാബ്ദങ്ങളിലെ വളർച്ചയാർജിച്ചതും വളരെ പക്വതയാർന്നതുമായ ഒരു ഹാരപ്പൻ സെറ്റിൽമെൻറ്റിൻ്റെ സ്ഥലമാണെന്ന് തിരിച്ചറിയാൻ മതിയായ തെളിവുകൾ ശാസ്ത്രകാരന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ നാഗരികതയുടെ ഉയർച്ചയ്ക്കും 4000 വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ നിഗൂഢമായ പതനത്തിനും സാക്ഷ്യം വഹിച്ച ഒരു നഗരം. ഇന്ത്യൻ ചരിത്രത്തിൻ്റെ തിരുത്തിയെഴുതൽ ഹിന്ദുത്വ അക്കാദമിയുടെ കീഴിൽ തകൃതിയായി നടക്കുമ്പോഴും ശാസ്ത്രം മറ്റൊരു ദിശയിലേക്ക് ക്രമാനുഗതമായി മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടിപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയണം. ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചോ അത് പിന്തുടരുന്ന ശരാശരി ഹിന്ദുക്കളെക്കുറിച്ചോ അല്ല ഇവിടെ പറയുന്നത്. ഹിന്ദുത്വയെയും ഹിന്ദു സംസ്കാരത്തെയും രണ്ടായി തന്നെ കാണണം. പ്രത്യക്ഷത്തിൽ രാഖിഗർഹി ഗവേഷണത്തിൻ്റെ ഏറ്റവും അമ്പരിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ അത് സൈറ്റിൽ നിന്ന് വീണ്ടെടുത്ത പുരാതന സ്ത്രീയുടെ DNA-യിൽ ജനിതക മാർക്കറായ R1A1 കുറിച്ചുള്ള യാതൊരു പരാമർശവുമില്ല എന്നതാണ്. ഒരു സമൂഹത്തെ ജനിതകപരമായി പഠിക്കാൻ തുണയാകുന്നത് അമ്മയിൽ നിന്ന് മാത്രം സന്തതികൾക്ക് ലഭിക്കുന്ന മൈറ്റോകോൺട്രിയൽ DNA-യും അച്ഛനിൽ നിന്ന് മകനിലേക്ക് മാത്രം പകരുന്ന Y ക്രോമസോമുമാണ്. ജീവികളുടെ കോശത്തിൽ കോശമർമ്മത്തിന് പുറത്ത് മൈറ്റോകോൺട്രിയയിൽ കാണപ്പെടുന്നതാണ് മൈറ്റോകോൺട്രിയൽ DNA. ഇന്ത്യക്കാരുടെ അമ്മ വഴിയുള്ള വംശപാരമ്പര്യത്തിന് 10,000-കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ളതായി മേൽപ്പറഞ്ഞ പഠനം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള സമൂഹങ്ങളിലെ സ്ത്രീകൾ അത്രയും വർഷങ്ങൾക്കിടയിൽ ഇവിടെ വന്നതായി തെളിവുകളൊന്നുമില്ല. എന്നാൽ ആധുനിക ഇന്ത്യക്കാരിലെ Y ക്രോമോസോം വിശകലനം ചെയ്തപ്പോൾ കഥ മറ്റൊന്നായി. യൂറോപ്യന്മാർ, മധ്യേഷ്യക്കാർ എന്നീ ജനതകളുമായിട്ടുള്ള ഭാരതീയരുടെ ബന്ധം Y ക്രോമോസോമിൽ തെളിഞ്ഞു. ആര്യൻ ജീൻ എന്ന് വിളിക്കപ്പെടുന്ന R1A1 മധ്യേഷ്യൻ പോണ്ടിക് സ്റ്റെപ്പിയിലെ മാതൃഭൂമിയിൽ നിന്ന് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ചിതറിപ്പോയ വെങ്കല യുഗത്തിലെ ഇടയന്മാരുടെ ഇടയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് അങ്ങനെ തിരിച്ചറിയപ്പെട്ടു. കാലി മേച്ചിൽക്കാരുടെ ഗോത്രമായിരുന്നു യംനയ. സവാരിക്കായി കുതിരകളെയും ആക്രമണത്തിന് ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന ജനത. പുരുഷാധിപത്യം നിലനിന്നിരുന്ന സംസ്കാരമായിരുന്നു അവരുടേത് എന്നാണ് യംനകളെയും കുർഗനുകൾ എന്നറിയപ്പെടുന്ന
പ്രത്യേകതരം ശവകുടീരങ്ങളെയും പറ്റി പഠനം നടത്തിയ ഗവേഷകയായ മരിയ ഗിംബൂട്ടാസ് പറയുന്നത്. ഈ ഗോത്രക്കാർ കോക്കസസ് മേഖലയിൽ നിന്ന് തെക്കോട്ടെത്തിയ കൂട്ടരാണ്. പേർഷ്യൻ പ്രദേശമായ ടുറാനിൽ വെച്ച് അവർ സാംസ്കാരികമായ മാറ്റങ്ങൾക്കും ചിട്ടപ്പെടുത്തലുകൾക്കും വിധേയരായി. ആ കാലഘട്ടത്തിന് ശേഷമാണ് അവർ ആര്യന്മാർ എന്ന് സ്വയം മുദ്രണം ചെയ്യുന്നത്. ഏതാണ്ട് 5000 വർഷം മുൻപായിരുന്നു അത്. യൂറോപ്പിലേക്കും തെക്കൻ മേഖലയിലേക്കുമുള്ള യംനീയ സമൂഹത്തിൻ്റെ വ്യാപനം ജനിതക പഠനത്തിൻ്റെ സഹായത്തോടെ കാലഗണന കാണിക്കുന്ന ഒരു ഭൂപടമായി വാഗീഷ് നരസിംഹൻ തൻ്റെ പഠനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവരുടെ കുടിയേറ്റത്തിൻ്റെ ജനിതക ആഘാതം ഭൂമിശാസ്ത്രപരമായി വിദൂരവും എന്നാൽ ഭാഷാപരമായി ബന്ധമുള്ളതുമായ 2 ലോകത്തിൻ്റെ ജനസംഖ്യയിൽ പ്രത്യേകിച്ച് ശക്തവും ലൈംഗിക പക്ഷപാതപരവുമായ പുരുഷാധിപത്യ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലും വടക്കൻ യൂറോപ്പിലും ഈ അടയാളങ്ങൾ ധാരാളമായി ഇന്നും കാണാൻ കഴിയും. രാഖി ഗർഹി DNA പ്രോജക്റ്റിലെ പ്രധാന ജനിതക ഗവേഷകനായ നീരജ് റായ് പറയുന്നത് R1A1 അവിടെ ഇല്ല എന്ന് തന്നെയാണ്. നമുക്കിപ്പോഴും വളരെ കുറച്ചറിയാവുന്ന ഒരു പുരാതന നാഗരികതയിലേക്ക് നിഗമനങ്ങളിൽ എത്തിച്ചേരുകയോ ആധുനിക ഫാൻറ്റസികൾ അവതരിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക എന്നതാണ് രാജ്യത്തിനും അതിൻ്റെ ചരിത്രത്തിനും വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും ഉചിതമായ കാര്യം. എന്തായിരുന്നു അവരുടെ പുരോഗതിയുടെ രഹസ്യം? അതെവിടെ നിന്ന് വന്നു എന്നതൊക്കെ തന്നെ നമുക്കിപ്പോഴും അജ്ഞാതമാണ്. ഇതിലെ അത്ഭുതം എന്തെന്നാൽ പ്രധാനമായും അതൊരു മതേതര നാഗരികതയായിരുന്നു എന്നതാണ്. മതപരമായ ഘടകം നിലവിലുണ്ടെങ്കിലും ഈ രംഗത്ത് അതൊട്ടും തന്നെ ആധിപത്യം പുലർത്തിയിരുന്നില്ല എന്നാണ് ഇന്ത്യൻ ദേശീയതയുടെ അടിസ്ഥാന ഗ്രന്ഥമായ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു മൊഹൻജദാരോയെപ്പറ്റി പറഞ്ഞത്. വരും വർഷങ്ങളിൽ ഹാരപ്പന്മാരുടെ നിഗൂഢമായ നാഗരികതയെക്കുറിച്ചും അവർ നമുക്ക് നൽകിയ സംസ്കാരത്തിൻ്റെയും സാമൂഹിക സ്വഭാവത്തിൻ്റെയും ഘടകങ്ങളെക്കുറിച്ചും അവരുടെ ജീനുകൾക്കൊപ്പം കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടാകും എന്നുറപ്പാണ്. ഇപ്പോൾ അത്ഭുതകരമായി അവരുടെ ചെവികൾ നമ്മോട് സംസാരിക്കുന്നു. കുറച്ചു നേരം ശ്രദ്ധിച്ചാൽ നമുക്കും നമ്മുടെ വരും തലമുറകൾക്കും നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.